നമ്മളെ കാക്കട്ടെ. പറയാൻ പേടിയാണ് സത്യത്തിൽ. കാരണം പറയുമ്പോൾ അറിയാത്ത കോമ കൂടി പോവാൻ. അതാണ് ഇപ്പോഴത്തെ കാലം. ആളുകൾ നന്നാവട്ടെ എന്ന് ഓർത്ത് പറയുമ്പോൾ, നല്ല ഉദ്ദേശത്തിൽ പറയുമ്പോൾ, അവിടെ എപ്പോൾ തുടങ്ങി ഉസ്താദ് നമ്മൾ അറിഞ്ഞില്ലല്ലോ, നാളെ തന്നെ അങ്ങോട്ട് പോയേക്കാം, നാളത്തെ വാതിന് നമ്മളില്ല, അസ്സലാമു അലൈക്കും. ഇതാണ് കൗമ്. പറയാൻ പേടിയാണ്. ചിലപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ ഇരിക്കുന്നവർ ഇപ്പോഴേ പോയിട്ടുണ്ടാവും. വാത് തീരുന്നതിന് മുമ്പ് അവിടെ എത്തും, ഇവിടെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. അതാണ് നമ്മുടെ തലമുറ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. DJ പാട്ടുകളിട്ട് തുള്ളുകയാണ്. അവിടെ തുള്ളുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് തലയിൽ തട്ടമിട്ട മുസ്ലിം താത്തമാർ. അവിടെയാണ് നമുക്ക് വിഷയം. അല്ലാതെ വല്ലവരും കൂടെ തുള്ളുന്നതിന് നമുക്ക് ഉപദേശിക്കാൻ തന്നെ അർഹതയുണ്ടോ? അപ്പം അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദീൻ പറഞ്ഞാൽ മതിയെന്നാണ്. നമ്മൾ നമ്മുടെ ദീനുള്ളവരോടാണ് പറയുന്നത്, മുസ്ലിമീങ്ങളോടായി പറയുന്നത്. നിങ്ങളതിങ്ങനെ പോകരുത്, ശ്രദ്ധിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പം അങ്ങനെയാണ് ഇത് പറയുമ്പോൾ ഇതിൻ്റെ മുറിക്ലിപ്പെടുത്തിട്ട് ഒരു ഭാഗത്തിരുന്നിട്ട് പറയും, ഞങ്ങൾ ഉപദേശിക്കാൻ നിങ്ങളാര് നീ ചോദിക്കുന്ന കുറേ കൗമുണ്ട്. അവരോട് പറയാനുള്ളത് നിങ്ങളോടല്ല പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ തന്നെ പൊയ്ക്കോ, ഞങ്ങൾ മുസ്ലിമീങ്ങളോടായി പറഞ്ഞത്. മുസ്ലിമീങ്ങളിൽ പെട്ട ചില ആളുകാരുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കേണ്ടെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാപട്യത്തിൻ്റെ മുഖത്ത് ആളുകളോടും പറയുന്നില്ല, നല്ല സുന്നികളായ ആളുകളോടാണ് ഈ പറയുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളോട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാത്തിനും വിമർശനം ഉന്നയിക്കുന്ന ആളുകളാണ്. നന്മ ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. ഇത് നബി തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന കാലഘട്ടമാകുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മ ഉപദേശിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ലത്രേ, തിന്മ വിരോധിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ല. സഹാബത്ത് ചോദിക്കുകയാണ്, അവകായിനുൻ യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ റസൂലേ? അങ്ങനെ ഒരു കാലഘട്ടം വരുമോ ഹബീബേ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, തീർച്ചയായും ഉണ്ടാകും സഹാബ. വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ വലുത് കാണും സഹാബ, അതിനേക്കാൾ വലുത് കാണും സഹാബ. സഹാബത്ത് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, നന്മ ഉപദേശിക്കാതെ തിന്മയെ നയിക്കുന്നതായ ഒരു കാലഘട്ടത്തേക്കാൾ മോശമായ ഒരു കാലഘട്ടം ഏതാണ്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നന്മ ഉപദേശിക്കുന്നവരെ തടയുന്നവരും തിന്മ ഉപദേശിക്കുന്നവരെ വാഴ്ത്തുന്ന കാലഘട്ടം കടന്നു വരുമത്രേ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരും. സ്വവർഗാനുരാഗികളെ ഇന്ന് ഭയങ്കര ഇഷ്ടമാണ്. ആർക്ക്? മീഡിയക്കാർക്ക്. കൊണ്ടുവന്നിരുത്തിയിട്ട് നിങ്ങളുടെ ജീവചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞ് റാഹത്തായിട്ട് അവരുടെ കൈ മൈക്കൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ മാന്യമായി ജീവിതം നയിച്ചു പോകുന്ന ആളുകൾ അവരവരുടെ ശരീരപ്രകൃതിക്ക് ഭംഗം വരുത്തിയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ട്രാൻസ്ജെൻഡേഴ്സ് ആക്കുന്നതിന് വേണ്ടി വലിയ പ്രലോഭനം കൊടുക്കുന്നതായ ഒരവസ്ഥ. മീഡിയകൾ തന്നെ അവരുടെ വാർത്തകൾ ഇപ്പോൾ എപ്പോഴും മുഴപ്പിച്ചിങ്ങനെ കാണിക്കുക സമൂഹത്തിൽ. വേറെ എത്രയോ വാർത്തയുണ്ട് ഇവിടെ പെട്രോളിനും ഡീസലിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു, വർധന വന്നിച്ചിരിക്കുന്നു, കാണുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു. ഇതൊന്നും ഇവിടെ ചർച്ചയില്ല. ചർച്ച എന്താ? രണ്ട് പേര്, അതിലൊരുത്തൻ എന്തായി? അവൻ ഗർഭം ധരിച്ചു, അച്ഛൻ ഗർഭിണിയായി. ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസുകളാണ്. അതാണ് എല്ലാവരുടെയും മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായി? ഇവിടെ ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും ഇനി മുതലൊരു താല്പര്യം പറഞ്ഞു, എന്ത്? ഗർഭിണിയാകാൻ. അതാ കളി. ന്യൂസ് ഇങ്ങനെ കൊടുത്തു ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പിന്നെ അച്ഛന്മാരെല്ലാം നല്ല റാഹത്തായിട്ട് വാതിനൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും വയറിങ്ങനെ വീർത്തിരിക്കുക. റാഹത്ത് തന്നെ. അത് ചെറിയ 2 പിള്ളേരുണ്ട് റാഹത്തായിട്ട്. പെണ്ണുങ്ങളെല്ലാവരും പുറകെ ആണുങ്ങളുടെ ജോലി നോക്കുക, ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ ജോലി നോക്കുക. ലോകം പോയിക്കൊണ്ടിരിക്കാൻ. ലോകാവസാനത്തിന് ഇതിനേക്കാൾ വലിയ അടയാളം ഇനി വല്ലതും ഉണ്ടോ? ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ആയത്ത് ഹദീസൊക്കെ പോയ സമയം പോവും. ലോകം മുഴുവനും ഇങ്ങനെ അശ്ലീലത വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുക. ഒരു സിനിമാ നടി അങ്ങോട്ട് പോയാൽ, അവളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ തുനിഞ്ഞാൽ, അവൾ ഗർഭിണിയായാൽ, ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉലാത്തിയാൽ അതെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യാണ് സോഷ്യൽ മീഡിയയിൽ. എല്ലാം കൊണ്ടുവന്നോണ്ടേ ന്യൂസുകാർ. ഏതാ ഈ ന്യൂസുകാർ? ഇവരുടെയൊക്കെ പേജ് ഓരോ പാവങ്ങൾ ലൈക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല നല്ല ന്യൂസ് കിട്ടുമെന്ന് കരുതിയ ന്യൂസ് മുഴുവൻ വിഷയദാരിദ്ര്യം ഇതാ കൊടുക്കുന്നത് മുഴുവൻ. പേർലിമാഞ്ഞിൻ്റെ കുഞ്ഞിപ്പോൾ എവിടെ ഇടുന്നത്? അതിപ്പോൾ ചർച്ച. ആ കുഞ്ഞിനെന്താ പേര് എന്തായിട്ട്? അപ്പോൾ ഇതാ ലുലുമാളി വന്നിട്ടുണ്ട്, ദേ ഇറങ്ങാൻ പോകുന്നു. മുസാഫാത്ത് ചെയ്യണം ഇനി പോയി. ഹണി റോസ് ദേ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്, ദേ പോകുന്നു, ദാ വരുന്നു, ദാ ചർച്ച.
ചാനലുകളിൽ കൊടുക്കുന്ന ചർച്ചകളാണ് വിഷയദാരിദ്ര്യം. ഇതെല്ലാം സമൂഹം ഇങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടേയിരിക്കാൻ, ഇത് കാണുന്നവൻ്റെ മനസ്സിൻ്റെ അകത്തളത്തിലേക്ക് ചിന്ത വേറെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ചിത്രങ്ങളും ഈ സംഭവങ്ങളും കൂടുതലായി ദർശിക്കുമ്പോഴാണല്ലോ അതിലേക്ക് ആകർഷണത്വം ഉണ്ടാവുക. ആണ് നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ ഫാത്തുബാഹു ശൈത്വാനു, പിശാദിൻ്റെ ഒരു തുടർച്ച അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാണുന്നതും കേൾക്കുന്നതുമൊക്കെ അശ്ലീലത, തൊടുന്നതും അശ്ലീലത, നമ്മുടെ ജീവിതത്തിൽ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ വല്ലാതെ അധികരിച്ചു പോകുമേ. എന്നാൽ ഇതെല്ലാം കടന്നു വരുന്നതിന് മുമ്പ് ഈ തെറ്റുകുറ്റങ്ങളെല്ലാം അധികരിച്ചുകൊണ്ടങ്ങനെ പോകുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ലി മഹ്ദിയത്തിന ആയതാൻ, ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് 2 വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടത്രേ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു സ്സമാവാതി വൽ അർള്. കരുനാഗപ്പള്ളിയിലുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ഇന്ന് വരെ ആ 2 ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടില്ലത്രേ. ആ 2 ദൃഷ്ടാന്തം വരാൻ പോവാൻ. എപ്പോഴാണ് വരുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളി. സമയം പറയുന്നില്ല, നെറ്റിൽ നോക്കിക്കോ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു സ്സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ദൃഷ്ടാന്തങ്ങളെ ഇന്ന് വരെ വന്നിട്ടില്ല, ഇന്ന് വരെ വരുത്തിച്ചിട്ടില്ല. ഏതൊക്കെയാണ് ആ 2 ദൃഷ്ടാന്തങ്ങൾ? ഒന്നാമതായി അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, യൻകസിഫുൽ ഖമറു ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിൻ്റെ ആദ്യത്തേതാകുന്ന രാത്രിയിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ. ഒരു റമളാൻ കടന്നു വരും. ഇമാം മഹ്ദിക്ക് മുമ്പ് ഒരു റമളാൻ വരും. ആ റമളാനിൻ്റെ ആദ്യത്തേതാകുന്ന ദിവസത്തിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ. വതൻകശിഫു ശംസു ഫിന്നസ്വി മിൻഹു. ആ റമളാനിൻ്റെ 15-ൻ്റെ അന്ന് തന്നെ സൂര്യഗ്രഹണവും ഉണ്ടാകുമേ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് മുതൽക്ക് ഇന്ന് വരെ ഈ 2 ദൃഷ്ടാന്തം ഉണ്ടായിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ്, അതിന് തൊട്ട് മുമ്പുള്ള റമളാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാവും? നജീർ, ചന്ദ്രഗ്രഹണം ഉണ്ടാവും ആദ്യത്തെ രാത്രി. റമളാൻ 15-ൻ്റെ അന്ന് എന്തുണ്ടാകും? സൂര്യഗ്രഹണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഉടനെ ആര് വരും? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്താൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഉസ്താദ് ഇപ്പോൾ ഈ റമളാനാണോ എന്ന് ചിന്തിക്കുന്നവരെ ഞാനത് പറയുന്നില്ല, നെറ്റിൽ നോക്കിക്കോളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം സൂര്യനും ചന്ദ്രനൊന്നും എൻ്റെ കയ്യിലില്ല, അതൊക്കെ അവിടെ ഇരിക്കുകയാണ്. അത് വരുന്ന സമയത്ത് നോക്കാം. നമ്മളിത് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞത് അത് കയ്യില്ല ഇതായില്ല എന്ന് പറയണ്ട. ഒരു റമളാനിൽ ഇതുണ്ടാവും. അത് ഏത് റമളാനാണെന്നുള്ളത് നിങ്ങൾ തപ്പിക്കോളൂ. ഇല്ലേ സമയമാകുമ്പോൾ അറിയുമല്ലോ. എന്തായാലും അധികം പോവില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അത്രേ ഞാൻ ക്ലൂ തരുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും അധികം പോകൂല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശമായി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാവുമോ അടുത്ത വർഷം ഉണ്ടാവുമോ ഒന്നും ഞാൻ പറയുന്നില്ല. ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞത്. ഇതെന്തായാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു അടയാളം പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, നെറ്റിലൊക്കെ ഒന്ന് പരതി നോക്കിക്കോ. റമളാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാകും? ചന്ദ്രഗ്രഹണം.
അതേ റമദാനിൻ്റെ തന്നെ പിറ്റത്തെ അല്ല, അതേ റമദാനിൻ്റെ 15-ന് തന്നെ എന്തുണ്ടാവും? സൂര്യഗ്രഹണം ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ആര് വരും? ഇമാം മഹ്ദി വരുമെന്നാണ്. ഇമാം മഹ്ദി വരുമെന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി ജനിച്ചു വീഴല്ല. ഞാൻ മുമ്പ് പള്ളിയിൽ നമ്മൾ അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആഴ്ചകളോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം മഹ്ദിക്ക് എത്ര വയസ്സായിരിക്കുമെന്ന്? 40 വയസ്സായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി റളിയല്ലാഹുവിന് ജനിച്ചിട്ടുണ്ടാകുമെന്നർത്ഥം. നേരത്തെ ജനിച്ചിട്ടുണ്ട്. 40 വയസ്സായി അദ്ദേഹം ഇമാം മഹ്ദിയാണെന്ന് കാബയുടെ പരിസരത്ത് വെച്ച് പ്രഖ്യാപിക്കുന്ന സമയമാണ് ഇത്. ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ ഈ അടുത്തൊരു സഹോദരൻ എന്നെ ഒരു പേപ്പർ കാണിച്ചു. അതിൽപ്പെട്ടതാണ് 2029 2027 റമദാനിലാകും ഇത് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. സാധാ ഇത് ശരിയാണോ എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് പരതുമ്പോൾ നോക്കുമ്പോൾ 2029 ഉണ്ടാവുമോ 27 ഉണ്ടാവുമോ അതെനിക്കറിയില്ല. എന്തായാലും സംഭവം അങ്ങനെ ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് സഹീഹാണ്, ആർക്കും തള്ളാൻ പറ്റൂല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തായാലും അത് അന്വേഷിക്കുക. അത് അന്വേഷണത്തിന് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കരുനാഗപ്പള്ളിക്കാർ. നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യോ? നെറ്റിൽ പരതിക്കോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ശാസ്ത്രജ്ഞന്മാരാരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചോളി. അങ്ങനെയാണെങ്കിൽ ഒരുങ്ങി റെഡിയാകാം. ഇപ്പോഴേ ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് അർത്ഥം. ഇമാം മഹ്ദി വന്നാൽ പിന്നെ തൊട്ടുപുറകെ ആര് വരും? ദജ്ജാൽ വരും, യജൂജ് മജൂജ് വരും, ഈസാ നബി ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഏകദേശം തീരുമാനമാവും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ സമയമൊന്നും പറയുന്നില്ല കേട്ടോ. അടുത്ത കൊല്ലമെന്നോ പിന്നത്തെ കൊല്ലമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ ഒരാൾ കാണിച്ചത് പറഞ്ഞതേ ഉള്ളൂ. ഏതാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. റമദാൻ ഒരു റമദാനിൽ ഇതുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇനി എത്ര നാൾ നമുക്ക് ആയുസ്സുണ്ടാകും? ചിന്തിക്കുന്ന സഹോദരങ്ങൾ. ഈ സമയത്ത് തന്നെ അൽഹംദുലില്ലാഹ് ഇത്തരത്തിൽ വഅദിൻ്റെ സദസ്സിൽ നിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. നിങ്ങളിലൊരു നന്മ നൽകിയിട്ടുണ്ട് എന്നർത്ഥം. ലോകം മുഴുവനും തിന്മ പ്രചരിപ്പിക്കുന്ന ഈ കാലയളവിൽ അൽഫലാഹിൻ്റെ യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു മഹനീയമായ പരിപാടിക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ കുട്ടികളിൽ നന്മ നിറഞ്ഞതാകുന്ന വ്യക്തികളാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. കാരണം ഗാനമേള അവർക്ക് വെക്കാം, ഒരു തടസ്സവും ഇല്ല. ചിലപ്പോൾ വീട്ടുകാരെതിർക്കും. 10 പ്രാവശ്യം അവരോട് സമ്മർദ്ദം ചെലുത്തി വേണേ വരുന്ന ഇന്ന നടിയെ കൊണ്ട് ഉമ്മായ മുസാഫത്ത് ചെയ്യിക്കാമെന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് സന്തോഷമുള്ളൂ. അൽഹംദുലില്ലാ മോനെ എന്നാൽ കൊണ്ടുപോകാം മോനെ, എൻ്റെ റാഹത്ത്. നമ്മൾ കുടുംബവിളക്കി കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ വളരെ റാഹത്താണ്. മകനോ മുസാഫത്ത് ചെയ്ത് ഉമ്മ സമ്മതിക്കൂലേ? സമ്മതിക്കും, ഉറപ്പാണ്. പക്ഷെ അതിനൊന്നും മുതിരാതെ അവർ അൽഹംദുലില്ലാ ഇത്തരത്തിലുള്ള ദീനിയായ വാദിൻ്റെ മജ്‌ലിസ് അവർ വെക്കുകയും നാട്ടിലുള്ള പാവപ്പെട്ടതാകുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ധനസമാഹരണത്വം ഈ സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തത് അവരുടെ മനസ്സിൽ ആത്മീയതയുള്ളത് കൊണ്ടാണ്. കാരണം എന്താ? എല്ലാ തിന്മകളുടെയും വേരുറച്ചു പോയി സഹോദരങ്ങളെ. എല്ലാ തിന്മകളുടെ വേരുറച്ചു പോയി. ഞാനതാ പറഞ്ഞത്, നോക്കുന്നതും കാണുന്നതും ഒക്കെ അശ്ലീലതയാണ്. ഒട്ടും നമ്മൾ നോക്കാൻ കൊടുക്കാത്ത വിഭാഗമായിരുന്നു മൊബൈൽ. ആർക്ക്? പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രായത്തിലുള്ളവർക്ക്. അവർക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു സൃഷ്ടിച്ചതാണ് കോവിഡ്. ആ കുട്ടികളെ കൂടി വഴിവഴപ്പിക്കാൻ വേണ്ടി പടച്ചറപ്പ് കൊടുത്ത ഒരു സാഹചര്യം ഏത്? കോവിഡ്. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് മൊബൈൽ തൊടിക്കുമോ? +1 പഠിക്കുന്ന കുട്ടിയുടെ മൊബൈൽ കണ്ട ഉമ്മ എന്താ പറയുക? ഇതെവിടെ നിട്ടിനൊക്കെ മൊബൈൽ എന്ന് ചോദിച്ച് പിടിച്ചു വാങ്ങിയിരുന്നു. ഇപ്പോൾ 5ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞിൻ്റെ പോലും മൊബൈലുണ്ട്. എപ്പോഴും കയ്യിൽ സ്റ്റോക്കാണ്, പോക്കറ്റിട്ടുണ്ട്. അവനിപ്പോൾ അതിന് വന്നിരിക്കുന്നത്. ഉമ്മ വാങ്ങുന്നില്ല. എന്താ കാരണം? ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ രാത്രി 10:30 ഉണ്ടെന്ന് പറയുന്നു ഉമ്മയോട്. ഉമ്മ പിന്നെ വിവരം ഇതില്ലാത്തതുകൊണ്ട് ഉമ്മ വിശ്വസിച്ച് 10:30 രാത്രി 10:30 ഓൺലൈൻ ക്ലാസ് ഉണ്ട്. വേറൊരുത്തരുമായിട്ട് വീഡിയോ ചാറ്റിംഗ് ഉണ്ട് 10:30 മുതൽ 11:30 വരെ കറക്റ്റ് ടൈം വെച്ച്. ആരെങ്കിലും മൊബൈൽ വാങ്ങി വെക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം ഓരോ കാലഘട്ടത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോയത്. നമ്മൾ ഓർക്കും ഈ പള്ളികളൊക്കെ ഇനി ആരടയ്ക്കുക? പള്ളികളൊക്കെ അടയ്ക്കപ്പെടുന്ന ഒരവസ്ഥ വരുമെന്ന് പറയുമ്പോൾ, ഹദീസുകളുണ്ടെന്ന് പറയുമ്പോൾ ഇനി അങ്ങനെയൊക്കെ ഉണ്ടാവും? ഒക്കെ വെറുതെ. കാരണം എല്ലാവരും പള്ളിയിൽ കയറുന്നില്ലേ? കോവിഡ് വന്നപ്പോൾ എത്രയാണോ ഇപ്പോൾ പള്ളിയിൽ കയറാത്തത്? ജുമയ്ക്ക് വന്നുകൊണ്ടിരുന്ന എത്ര പേരാണ് ജുമയ്ക്ക് വരാത്തത്? നിസ്കാരം ഒരു 10 മിനിറ്റ് കൂടിയാൽ അതിനെതിരെ ഫിത്ന പറയുന്ന എത്ര പേരാണ്? എന്നാൽ ഗാനമേളയുടെ പാട്ട് കൂടി, അല്ലെങ്കിൽ സിനിമ കുറഞ്ഞു പോയി, പരാതിയാണ് അവർ. 2 മണിക്കൂറുള്ള സിനിമ അത് ഇപ്രാവശ്യം 1.5 മണിക്കൂറേ ഉള്ളായിരുന്നുള്ളൂ. പ്രദർശനം കുറേ ഭാഗം കട്ട് ചെയ്തു.
പരാതി പറയുകയാണ്, കമൻ്റ് ഇടുകയാണ്. 2.5 മണിക്കൂർ സിനിമ ആകാൻ വേണ്ടി കൊതിക്കുന്നവൻ 2 മണിക്കൂർ വഅദ് കേൾക്കാൻ താല്പര്യമില്ല, 1 മണിക്കൂർ ജുമഅയ്ക്ക് വരാൻ താല്പര്യമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയില്ലേ? നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോയി. നഊദു ബില്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ തിന്മകളും ജനങ്ങൾ കടന്നു വരും. ആ തിന്മകൾ മുഴുവനും അടിയുറച്ചതാകുന്ന ജീവിതം നയിക്കും. ആ സമയത്ത് നമുക്ക് വേണ്ടത് തഖ്വയാണ്, തഖ്വയാണ്. അല്ലാഹുവിൽ പരിപൂർണമായി പരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഹൃദയത്തെ സംശുദ്ധി വരുത്തണം. ഒരാളോട് പോലും മോശമാകുന്ന ചിന്തയില്ല, ഒരാളോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, വൈര്യമില്ല. സ്വന്തം മക്കളോടില്ല, സമൂഹത്തോടില്ല, സമുദായത്തോടുള്ള ഇതര സമുദായത്തോടില്ല, ഒരാൾ പോലോടും വെറുപ്പില്ലാത്ത നല്ല ജീവിതം നമുക്ക് കാഴ്ചവെക്കണം. അതിലെല്ലാം ഉപരി 5 വഖ്ത് നമസ്കാരം ചിട്ടവെക്കണം. ഒരൊറ്റ ജമാഅത്ത് പോലും മുടക്കല്ലേ പുരുഷന്മാർ, ഒരൊറ്റ ജുമാ പോലും മുടക്കല്ലേ സഹോദരിമാരെ. ബാങ്ക് വിളിക്കുമ്പോൾ അവ്വൽ വഖത്തിൽ തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാവണേ, യാസീൻ ഓതുന്ന ശീലമുണ്ടാവണേ, സൂറത്തുൽ വാഖി ഓതുന്ന ശീലമുണ്ടാകണേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണേ, സൂറത്തു സജദ പാരായണം ചെയ്യണേ, ഖുർആൻ ഖത്മുകൾ തീർത്തു തുടങ്ങണേ. റമദാൻ വന്നിട്ട് ഓതാമെന്ന് പരിശ്രമിക്കല്ലേ. റമദാൻ വരുന്നതിന് മുമ്പ് അതിൻ്റെ വിളിയാളമൂത്തുമായി കടന്നു വന്ന വിശുദ്ധമായ റജബിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഖുർആൻ ഖത്മുകൾ തുടങ്ങി വെക്കണേ. മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബറിടം പ്രിയപ്പെട്ട പുരുഷന്മാരെ ജുമുഅ ദിനത്തിൽ പോയി സന്ദർശിക്കണേ. അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുകയും അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളെ സുതാര്യമാക്കണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുർആൻ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ പേടിച്ചും ഭയപ്പെട്ടുകൊണ്ടും നല്ല ഇബാദത്തുകൾ കണിശത വെച്ചുകൊണ്ട് നിലകൊണ്ടാൽ, അല്ലാഹുവിൽ വിശ്വാസം അർപ്പിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബറക്കത്തിന്റെ വാതിലുകൾ തുറന്നു നൽകുന്നതാണ്. റജബ് എന്ന് പറയുന്ന പവിത്രമായ മാസത്തിൽ അല്ലാഹുവിനോട് റജബിലും ശഅബാനിലും ബറക്കത്തിന് ചോദിക്കുന്നവരെ, അതോടൊപ്പം ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണേ. തെറ്റുകൾ മുഴുകാതെ പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഷഹറുൽ ഇസ്തിഗ്ഫാർ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്തിഗ്ഫാറിന്റെ മാസം കൂടിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ, ഞാൻ ഒരുപാട് കള്ളു കുടിച്ചവനാണ്, വിചരിച്ചവനാണ്, അശ്ലീലമായ തലത്തിലേക്ക് എൻ്റെ കണ്ണും കാതും കൊണ്ടുപോയതാണ്, എൻ്റെ കൈകൾ കൊണ്ട് ഒരുപാട് മോശമാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, എൻ്റെ കാലുകൾ കൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് ഞാൻ നടന്നുപോയവനാണ്, ഒരുപാട് കള്ള് ഷാപ്പുകളിലേക്ക് കയറി ചെന്നവനാ, മോശമാകുന്ന ചിന്തകൾ വെച്ച ഹൃദയമാണ്. അല്ലാ, എനിക്ക് പുറത്തു നൽകണേ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് റജബിന്റെ മാസത്തിൽ തൗബ ചെയ്തുകൊണ്ടെന്ന് മടങ്ങിയാൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശ ഭൂമികളിലുള്ള സർവ്വ ബറക്കത്തുകളും ഐശ്വര്യങ്ങളും നന്മകളും അല്ലാഹു നിനക്ക് നൽകുമേ. തീർന്നില്ല. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്തു തലാഖിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തലാഖിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്ത്
ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിന് ആരൊരുവനെ ഭയപ്പെട്ടുവോ അവനെ ഭയത്തോടുകൂടി കാണുകയും അവന് വേണ്ടി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ മോശപ്പെട്ട സിനിമകൾ കാണാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. മനോഹരമായ വീടുകൾ അള്ളാഹു നൽകിയിരിക്കുകയാണ്. എത്ര സമയം സിനിമ കണ്ടാലും ചോദിക്കാൻ ആരുമില്ലാത്ത കാലഘട്ടമാണ്. എത്ര സമയം സീരിയൽ ദർശിച്ചാലും ചോദിക്കാൻ ആരുമില്ല. വാപ്പയും ഉമ്മയും കൂടിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നിരിക്കുകയാണ്, പഠിക്കാൻ വാങ്ങിച്ചു തന്നതാണ്. പക്ഷേ സിനിമകൾ കാണുകയാണ്, മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയ. ഇതെല്ലാം കൊണ്ടുപോകാതിരുന്നാൽ അള്ളാഹു എനിക്ക് ബറക്കത്ത് ചൊരിയുമെന്നുള്ള ചിന്ത, അള്ളാഹു എനിക്ക് നരകീയ മോചനം നൽകുമെന്നുള്ള ചിന്ത, അള്ളാഹു എനിക്ക് ഖബറിലെ ശിക്ഷ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത, അള്ളാഹു എനിക്ക് വിചാരണ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത, മഹ്ശറയിൽ എനിക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരികയില്ല എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വരട്ടെ. എന്നിട്ട് തെറ്റുകൾ പരിപൂർണമായി ഒഴിവായ ഒരു ജീവിതം വരട്ടെ. എൻ്റെ കണ്ണുകളെ ഞാൻ സൂക്ഷിക്കും, എൻ്റെ കാതുകളെ ഞാൻ സംരക്ഷിക്കും, എൻ്റെ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കും, എൻ്റെ കൈകളെ ഞാൻ പിടിച്ചാൽ നിലകൊള്ളും, എൻ്റെ കാതുകളെ ഞാൻ വിചാരിച്ചാലല്ലാതെ മോശമാകുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കള്ളുകൂടി ഒഴിവാക്കുകയാണ്, ഞാൻ എൻ്റെ ലഹരി ഉപയോഗം ഒഴിവാക്കുകയാണ്. ഇനി ഒരു ബീച്ചിലേക്കും ഞാനില്ല, ഇനി ഒരു പാർക്കിലേക്കും ഞാനില്ല, ഇനി ഒരു മാളിലേക്കും ഞാൻ പോകുന്നില്ല. ഇനി മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ കൊണ്ടുപോകുന്നില്ല. കാരണം ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാകുന്ന എല്ലാ ചെറിയ അടയാളങ്ങളും വന്നു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ പ്രതീക്ഷിച്ച് നിലകൊള്ളുകയാണ്. ആ ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് റമദാൻ മാസത്തിൻ്റെ ആദ്യത്തേതാകുന്ന സുദിനത്തിൽ തന്നെ ആ ഒറ്റ രാവിലെ തന്നെ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമത്രേ. അതേ റമദാനിൻ്റെ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകുമത്രേ. അടുത്തിടെ തന്നെ സംഭവിക്കാൻ പോകുന്ന പ്രതിഭാസമാണ്. അല്ലാഹുവേ, അതിനെക്കുറിച്ച് ഭയമുള്ളത് കൊണ്ട് തന്നെ ഇനി ലോകാവസാനത്തിലേക്കുള്ള വിളിയാളം ഇതാ കടന്നു വരുകയാണ്. അതുകൊണ്ട് അന്യരാകുന്ന വ്യക്തികളോട്, അത് സ്വന്തം സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, അയൽവാസിയാകട്ടെ, കൂട്ടുകാരിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ, ഇതര സമുദായത്തിൽപ്പെട്ടവരാകട്ടെ, ഒരാളോട് പോലും വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിറ്റുപാകാതെ എല്ലാവരോടും സ്നേഹസമസ്രമാകുന്ന പെരുമാറ്റത്തിലൂടെയുള്ള ജീവിതം നിനക്ക് ധന്യമാവട്ടെ. ഒരൊറ്റ ജുമയോ ജമാഅത്തോ മുടക്കരുത് സഹോദരങ്ങളെ. ബാങ്ക് വിളിക്കുമ്പോ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുവെടുത്തുകൊണ്ട് ആദ്യ വക്കത്തിൽ തന്നെ വീടിൻ്റെ അകത്തലങ്ങൾ നമസ്കരിക്കുന്ന സഹോദരിമാരായി മാറണം. 70,000 ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ചൊല്ലിത്തീർക്കണം. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. കാരണം ഏത് സെക്കൻഡിലും മരണം വരാ, എപ്പോൾ വേണമെങ്കിലും മരണം നമുക്ക് കടന്നു വരാം. പ്രസവേദന വന്നതാകുന്ന കണ്ണൂർ ജില്ലയിലുള്ള പാവപ്പെട്ട സഹോദരി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, മരണം പ്രതീക്ഷിച്ചതല്ല. തൻ്റെ ഭർത്താവ് പ്രതീക്ഷയോട് പറയുകയാണ്, പ്രതീക്ഷയെ വണ്ടിയെടുക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണേ. വേഗം തന്നെ വാഹനം എടുത്തുകൊണ്ട് പോകുമ്പോൾ അതാ തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ മാതാപിതാക്കളും വാഹനത്തിൽ കയറുകയാണ്, മൂത്ത മകളും വാഹനത്തിൽ കയറുകയാണ്. പോകുന്ന വഴിയിൽ അച്ഛൻ തന്നെ പുറകിലിരുന്ന് പറയുന്നുണ്ട്, എന്തോ മണം വല്ലാതെ കടന്നു വരുന്നുണ്ട് പ്രതീക്ഷയെ. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ട് സീറ്റിൽ തന്നോടൊപ്പം ഇരിക്കുന്ന പൊന്നു ഭാര്യ അവൾ പ്രസവേദന കൊണ്ട് നിലവിളിക്കുന്നത് കേട്ടപ്പോ ഭർത്താവാകുന്ന മനുഷ്യൻ ചിന്തിച്ചില്ല, ഇത് മരണത്തിലേക്കുള്ള ദൂരമാണ്, മരണത്തിലേക്കുള്ള അടുപ്പമാണെന്ന് ചിന്തിച്ചില്ല. വേഗം തന്നെ പോവുകയാണ്. അതാ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഒരു 100 മീറ്റർ എത്തുമ്പോ ഖാബിദുൽ അർവാഹ് മലക സറായീൽ അലൈഹിസ്സലാം മടന്നു വന്നുകൊണ്ട് ശരീരത്തിൽ ആത്മാവിനെ പിടിച്ചില്ലേ, അവരെ കരിച്ചു കളഞ്ഞില്ലേ സഹോദരങ്ങളെ. അച്ഛനും അമ്മയും മൂത്ത മകളും ഇളയമടക്കമുള്ളവർ നോക്കി നിൽക്കേ, അവർ ഒച്ചപ്പാടിടൽകെ ആ പാവപ്പെട്ട ഗർഭിണിയാകുന്ന സഹോദരിയും അവരുടെ ഭർത്താവും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ. എത്ര വലിയ ദുരന്തമാ. ഈ രീതിയിൽ തന്നെ എത്ര ആളുകളാണ് ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്. കേരളത്തെ
വേണ്ടിയിട്ട് നടുക്കിയതാകുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലാഹുവേ പടച്ച റബ്ബേ ആ കുടുംബത്തിൽ സർവർക്കും നീ ക്ഷമ കൊടുക്കണേ അല്ലാ. ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് ഏത് സമയത്തും എവിടെ വെച്ചും അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരാ. ഒരു കുഞ്ഞിനെ ജന്മം നൽകിയാൻ അമ്മ തീരുമാനിച്ചാൽ ആ കുഞ്ഞിനെയും വേണ്ട തള്ളയും വേണ്ട എന്ന് പടച്ച റബ്ബിന്റെ തീരുമാനമാണ് വലുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം അലംഘനീയമായ തീരുമാനമാണ്. ആർക്കും അത് ലംഘിക്കാൻ പറ്റുകയില്ല. ഏത് സമയത്തും കടന്നു വരാം. അതുകൊണ്ട് അഹന്ത വെക്കാതെ, അഹങ്കരിക്കാതെ, ഒരാളോടും വിദ്വേഷം വെക്കാതെ, ഒരു മനുഷ്യനോടും വെറുപ്പ് വെക്കാതെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. കാരണം അടുത്ത സെക്കൻഡിൽ മരണം വരാം. മരിക്കുന്ന സമയത്ത് 10 പേര് പറയണം ഈ മനുഷ്യൻ നല്ലവനാണ്, കരുനാഗപ്പള്ളിയിലെ താച്ചയിൽ ജംഗ്ഷനുള്ള സഹോദരനാണ്, ഇദ്ദേഹത്തെ എനിക്കറിയാം, ഇദ്ദേഹം ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയാണ്, നമസ്കാരങ്ങൾ ചിട്ടവെച്ച വ്യക്തിയാണ്, നോമ്പുകൾ നോറ്റ് വീട്ട വ്യക്തിയാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടിയ വ്യക്തിയാണ്, ഒരുപാട് നന്മയാർന്ന ജീവിതം നയിച്ച മനുഷ്യനാ. അദ്ദേഹം സാലിഹാണ്, സാലിഹാണ്, സാലിഹാണ്. 10 പേര് നമ്മളെ കുറിച്ച് നന്മ പറഞ്ഞാൽ പെങ്ങളെ, സോദരാ, സോദരി, തീർച്ചയായും നമ്മൾ സ്വർഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല, ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്യാൻ സഹോദരങ്ങളെ. ഒരാളെയും നോവിക്കാൻ പാടില്ല, ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല. അതല്ലേ എറുമ്പിൻ കൂടുകളെ പോലും തീയിട്ട് കരിക്കരുതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെപ്പോലും നോവിക്കാൻ പാടില്ല. നടന്ന് നീങ്ങവേ വഴിയരികിൽ നിന്ന ഇല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കയ്യിലിട്ട് വെറുതെ ഞെരടി, കയ്യിലിട്ട് ഇങ്ങനെ കശക്കി കളഞ്ഞു ഒരു സഹാബി. നബി പറഞ്ഞു ചെയ്യരുത്, പ്രകൃതിയോട് കാണിക്കുന്ന ദുരന്തമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കും മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിലയ്ക്കുമുള്ള മോശമാകുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. അതാണ് മുസ്ലിം. യഥാർത്ഥ സത്യവിശ്വാസി അങ്ങനെയാണ്. അവൻ്റെ ശരീരം കൊണ്ടും അവൻ്റെ ഹൃദയം കൊണ്ടും അവൻ്റെ പ്രവർത്തനം മൂലവും മറ്റൊരാളെ വേദനിപ്പിക്കുകയേ ഇല്ല. സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് നമസ്കാരങ്ങൾ ചിട്ടവെച്ച് വിശുദ്ധമായ റജബിൽ അള്ളാഹുവെ റജബിലും ഷഅബാനിലും ബറക്കത്ത് ചൊരിയണേ എന്ന് ചോദിച്ച് മുന്നേറുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് നമ്മൾ നടത്തേണ്ടത്. അതിനാണ് ഈ റജബ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരാ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ പാവപ്പെട്ട സാധു പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാനാണ് കഴിഞ്ഞ 7 വർഷമായി ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ധാരാളം കുടുംബങ്ങളിലെ കണ്ണീരൊപ്പാൻ അൽഹംദുലില്ലാഹ് അവർക്ക് സാധിച്ചിട്ടുമുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സദസ്സിൽ നിന്ന് 5000 രൂപ ഒരാൾ ഇൻഷാ അല്ലാഹ് ആദ്യം മാഷാ അല്ലാഹ് ഖുരൂ തക്ബീർ നമ്മുടെ സലീം സാഹിബ്, അള്ളാഹു കബൂലാക്കട്ടെ. ഒന്ന് എഴുതിക്കുക മക്കളെ, വേഗം വേഗം. സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഒന്ന് പോകും. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നജീർ, നിലവിൽ നമ്മൾ എത്ര കുട്ടികളെ കെട്ടിച്ചിട്ടുണ്ട്? 5ാമത്തെയാണിപ്പോൾ അല്ലേ? അൽഹംദുലില്ലാഹ്. ഉണ്ടോ? വലിയ നേട്ടാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സലാത്ത് അഹ്മദുല്ലാഹ മുസല്ലി യൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹുവേ സലീം സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ അല്ലാഹുവേ മുഹമ്മദ് സക്കീർ എന്ന ചെറുപ്പക്കാരൻ 25ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ വ്യക്തിത്വമാണ്. ആലിമീങ്ങളെയും ദീനിൻ്റെ അഹ്ലുകാരെയും നല്ല രീതിയിൽ സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. ഒരുപാട് പാപങ്ങളുടെ കണ്ണീരൊപ്പാൻ അവസരം ലഭിച്ചിട്ടുള്ള സലീം സാഹിബ് അദ്ദേഹത്തിൻ്റെ മകനെ നഷ്ടമായ ഇളയ മകനാ. അല്ലാഹു ആ പൊന്നമോൻ്റെ ദറജ ഉയർത്തണേ അല്ലാ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. 5000 സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ആഖിറത്ത് ത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ കബൂലാക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് ഈ സദഖ കൊണ്ട് വലിയ വിജയം നസീബാക്കണേ അല്ലാ. അടുത്തത് നല്ല നിയ്യത്തിൽ പറയും,
അരപ്പവൻ സ്വർണം. ഖുലൂ തക്ബീർ, അൽഹംദുലില്ലാ. ഒരു സഹോദരി തൻ്റെ മകളുടെ വിദ്യാഭ്യാസ ഉയർച്ചയിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടി 4 ഗ്രാമിൻ്റെ ഒരു കൊയിന് സ്വതക്ക ചെയ്യുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. ഇപ്പോൾ സ്വർണത്തിന് എത്രയാണ് വില? 53 രൂപ അടുത്തിരിക്കുന്ന സമയത്ത് കൊടുക്കാൻ മനസ്സുണ്ടെന്ന് പറയുമ്പോൾ അത് വലിയ മനസ്സാൻ. അള്ളാഹു കബൂലാക്കട്ടെ. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. പെണ്ണുങ്ങൾ ഇന്ന് വന്നപ്പോൾ തന്നെ മിക്കതും മോതിരം ഇടാതെ വന്നേക്കുന്നതന്നെ, പേടിച്ചിട്ട്. എങ്ങാണോ ഊരി കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. കാരണം എന്താ? വില കൂടുതലാണ്. ആ സമയത്ത് കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല, വലിയ മനസ്സാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.